കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നമുക്കിന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്നത് ദർശനം നൽകാനായിട്ട് എന്നറിയണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ആ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ നിന്ന് പോയിട്ട് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നമുക്കിങ്ങനെ പോരാം. അങ്ങനെ അവിടുന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള അത്തിമര ഗണപതിയെ ഒന്ന് പോയി കണ്ട് തൊഴാം. അവിടെ പോയ സുഖദർശനമാണ്, നന്നായിട്ട് തൊഴാം. അങ്ങനെ തൊഴുത് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാനായിട്ട് പറയുക, പ്രാർത്ഥിക്കാം. പിന്നെ വേണമെങ്കിൽ ഒരു നാളികേരം ഉടയ്ക്കാം. അതിനൊക്കെയുള്ള സൗകര്യം ഉണ്ട് അവിടെ. വളരെ നല്ല ക്ഷേത്രമാണ്. അങ്ങനെ അവിടെ വന്ന് തൊഴുത് നമ്മളെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോരുകയാണ്. അങ്ങനെ പോരുമ്പോൾ പൂക്കളൊക്കെ കാണാട്ടോ. അങ്ങനെ വന്ന് നേരെ ആദ്യം തന്നെ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുന്നിലുള്ള ആ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളിങ്ങനെ കാണാം, സ്വർണം കെട്ടിച്ചിട്ട്. ആ ഒരു എന്താ പറയുക, നല്ല ഭക്തനായ കേശവനാനയുടെ, നമ്മളെക്കാട്ടിലൊക്കെ ഭക്തി ഉണ്ടായിരുന്ന കേശവനാനയുടെ കൊമ്പുകളാണ് ഇന്നും അവിടെ നമുക്ക് കാണാനായിട്ട്, ഭക്തന് പ്രചോദനമായിട്ട് കാണാനായിട്ടുള്ള അവിടെ ഉള്ളത്. അതിൻ്റെ നടുക്കായിട്ടുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വാതിൽപ്പടി കയറുമ്പോൾ ഇടത്തെ ഭാഗത്തേക്ക് ഒന്ന് നോക്കിയാൽ മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. വലതേ ഭാഗത്തെ തൂണ് നോക്കിയിട്ടൊന്ന് തൊഴാം. നരസിംഹാവതാരമൂർത്തിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പിന്നെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊരു രസമാണെന്ന്, ഒരുപാട് കാര്യങ്ങൾ കാണാണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇന്നൊരു മഞ്ചാടി പാത്രമാണ് കാണാനുള്ളത്. മഞ്ചാടി ഉരുളിയാണ്. ആ ഉരുളിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ മഞ്ചാടികളുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ പൊന്നുണ്ണിയുടെ 2 പാദങ്ങൾ കാണാണ്ട്, കാൽത്തടകൾ കാണാണ്ട്, പട്ടൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. നൃത്തം ചെയ്യുകയാണ് ആൾ. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അങ്ങനെ കുഞ്ഞുമ്പൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ട്. എന്നിട്ട് ചാടി കളിക്കുകയാണ് ആളെ ആ മഞ്ചാടി പാത്രത്തിൽ, ഇങ്ങനെ മഞ്ചാടി ഉരുളിയിൽ. എന്തൊരു രസമായിട്ടാണ്. മൂപ്പരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാലേ എന്തൊരു തേജസ്സാണെന്നറിയോ, പുഞ്ചിരിച്ചു കൊണ്ടിങ്ങനെ. അതോ അതിൻ്റെ കയ്യിൽ നോക്കിയാലോ 2 കൈവളകൾ കാണാണ്ട്. 2 കയ്യിൽ ഇങ്ങനെ നോക്കുമ്പോൾ വലത്തെ കയ്യിൽ വെണ്ണുരുളിയുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. പിന്നെ എന്താ സംശയം, മൂപ്പർക്ക് നല്ല സന്തോഷമല്ലേ. അദ്ദേഹത്തിൻ്റെ ആ സന്തോഷം കണ്ട, ആ പൊന്നുണ്ണിയുടെ സന്തോഷം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാവും. ആ മുഖത്തെ ആ ഭാവം കണ്ടാലേ, ഞാൻ തുള്ളിച്ചാടി കളിക്കുകയാണ്, നിങ്ങൾ വരുന്നോ കളിക്കാമെന്നാണ് പറയുന്നത്. അവിടെ പുറത്ത് നമുക്ക് കളിക്കണമെങ്കിൽ പുറത്തുണ്ട്, ഭഗവാൻ അകത്താണ്. അപ്പോൾ അതിൽ വന്ന് ചാടി കളിക്കാറുണ്ട് എന്നാണ് പറയണത്. ഞാൻ നിങ്ങളൊക്കെ പോയാലേ, നട അടച്ചാലേ ഞാൻ നമ്മുടെ മഞ്ചാടിക്കുരു ഉള്ള ഉരുളില്ലേ, അതിൽ ഞാൻ ചാടി നൃത്തം ചെയ്യാറുണ്ട് എന്നാണ് നമ്മോട് ബോധിപ്പിക്കുന്നത്. അതാണ് ആ കാഴ്ച. അപ്പം വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. തോൾവളകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ല സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട് നെറ്റിയിൽ. അതുപോലെ കാതിൽ ചെവിപ്പൂക്കൾ കാണാണ്ട്. പിന്നെ പീലി ഇങ്ങനെ തിരുമുടി ചാർത്തിയിട്ടുണ്ട്, കളഭം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത് തന്നെ. അതേപോലെ തന്നെയാണ് ഉണ്ടമാലകളും, വലിയ ഉണ്ടമാലകളാണ്. തെച്ചി, തുളസി, വെളുത്ത പൂവ്, അങ്ങനെ അതേപോലെ ഏകദേശം അനുപാതത്തിൽ ഇങ്ങനെ ചാർത്തിയിട്ടുള്ള 2 മാലകൾ. എന്തൊരു രസമാണെന്നറിയോ. എല്ലാം കൂടി ഇങ്ങനെ ആ കാഴ്ച ഇങ്ങനെ ആ സ്വർണ്ണ വിളക്കിൻ്റെ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ കാണുന്നതേ. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് വിചാരിക്കുക. എന്നാണെങ്കിലോ തിരക്കും കുറച്ച് കുറവുണ്ടേ. അപ്പോൾ സുഖമായിട്ടുള്ള ദർശനമാണ് എല്ലാവർക്കും. അപ്പോൾ നമ്മളങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുക. ഇനിയിപ്പോൾ നാളെ മുതൽ തിരക്കായി കേട്ടോ. ഉത്രാടായില്ലേ, അപ്പോൾ പിന്നെ തിരക്കായി. പക്ഷേ 1 മണിക്കൂർ സമയം കൂട്ടിയിട്ടുണ്ടല്ലോ ദർശനത്തിന്. അപ്പോൾ ദിവസവും 3:30-ക്ക് തുറക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അങ്ങനെ നമ്മളവിടെ നിന്ന് ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോളിലുള്ള ബലിക്കല്ലൊന്ന് നോക്കി തൊഴുക. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നീട് നമ്മൾ
ആലിലക്കണ്ണനെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗണേശൻ്റെ അടുത്ത് വരുമ്പോഴോ അവിടെ വന്നാൽ തിരക്കൊന്നുമില്ല, സുഖമായിട്ടുള്ള ദർശനമാണ്. കളവച്ചാർത്ത് ചന്ദനച്ചാർത്ത് ഇല്ല, പകരം നന്നായിട്ട് ആ മഞ്ഞയും ചുവപ്പും ഓറഞ്ചൊക്കെ ആയിട്ടുള്ള ആ വസ്ത്രം ഇങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. അതേപോലെ കിരീടം നന്നായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, അർച്ചനപ്പൂക്കൾ ധാരാളമുണ്ട്. നമുക്ക് ഗണേശനെ പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. അവിടെ ചെറിയൊരു മാല കാണാണ്ട് തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത്. സരസ്വതി ദേവീനെയും പ്രാർത്ഥിക്കുക കേട്ടോ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നെ അവിടെ ആയിട്ട് കുറേശ്ശെ മാലകളൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ചെറിയ ഗണേശനെ കാണാം, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ കാണാം. അങ്ങനെ മേൽശാന്തിയുടെ അവിടെ വരുമ്പോൾ ഇന്നത്തെ കളഭാലങ്കാരൻ ഉച്ചപൂജ ഉണ്ടാകുന്ന മേൽശാന്തി തന്നെയാണ് കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്. അതുപോലെ ഇന്നത്തെ കളഭാലങ്കാരൻ ഉണ്ടായിരുന്നത് കക്കാട് കൊച്ചോദിക്കനാണ്. അദ്ദേഹം അങ്ങനെ അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അർച്ചനപ്രസാദം വാങ്ങാം. അതിനുശേഷം നമ്മൾ വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് വരാം. അനന്തപത്മനാഭൻ്റെ അടുത്ത് വരുമ്പോൾ എന്താ വെച്ചാൽ വെളുത്ത പൂവും തുളസിയായിട്ടുള്ള മാല, പിന്നെ താമരയുണ്ട്. അങ്ങനെ വല്ലാതെ ഇല്ല, എന്നാൽ കുറച്ചൊക്കെ ഉണ്ട്. ഇനി അങ്ങനെയാണ് അവിടുത്തെ അലങ്കാരം. ലക്ഷ്മി വിളക്കിന് ധാരാളം ദീപങ്ങളിങ്ങനെ മിഴി തുറന്നിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ കാണാം. പിന്നെ നമ്മളിങ്ങനെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചതിന് ശേഷം നേരെ തിരിച്ചിങ്ങനെ വരുമ്പോൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കണ്ണൻ്റെ അടുത്ത് എത്ര മാല വെച്ചിട്ട് അന്ന് കണ്ടമാനം മാലകളാട്ടോ, തുളസി മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ മുരുകൻ്റെ അടുത്ത് നോക്കിയാൽ ഭസ്മാഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വെളുത്ത മാല ചാർത്തിയിട്ടുണ്ട്, വെള്ളപ്പൂക്കൾ. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് ഇങ്ങനെ നോക്കിയാലോ അവിടെ നിന്ന് കുങ്കുമം തീരെ ഇല്ല, ഒരു വെറ്റിലമാല ഉണ്ട്, അതാണുള്ളത്. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹവും കാളികമർദ്ദന രൂപവും അതേപോലെ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ആ കോവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ നേരെ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ നമ്മുടെ കൊടിമരം കണ്ട് തൊഴാം, മണിക്കിണർ കണ്ട് തൊഴാം. നൃത്ത അറയിലേക്ക് നോക്കിയിട്ട് അവിടെ നമ്മുടെ കിടാവിളക്ക് കത്തിരിക്കണു, അത് കണ്ട് തൊഴാം. കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ ആ മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ വന്നിട്ട് നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നെ ഭഗവതിയുടെ അടുത്തേക്ക് ഇടത്തരികത്തുകാവ് ഭഗവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരാം. ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ ഗോളകയാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ചുവന്ന പട്ടൊക്കെ അങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. പുറകുവശത്തായിട്ടും ചുവന്ന പൂക്കളുള്ള ആ പട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവതീനെയും കണ്ട് തൊഴാട്ടോ. എല്ലാവരും തൊഴുതോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. എന്നിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഒരിക്കൽ കൂടി ആ മഞ്ചാടിക്കണ്ണനെ കണ്ട് തൊഴാം, നമസ്കരിക്കാം. പിന്നെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് നമസ്കരിക്കാം. അതേപോലെ അയ്യപ്പസ്വാമീൻ്റെ അവിടെ വരുമ്പോൾ ആ കിരീടം വെച്ചിട്ടുണ്ട്, മഞ്ഞ പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചന്ദനം കൊണ്ടുള്ള അതൊന്നും ആയിട്ടില്ല. പിന്നെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഒന്ന് അയ്യപ്പസ്വാമിയുടെ അവിടെ.
എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. എന്നിട്ട് അങ്ങനെ പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിൽ വന്ന് ആ വേണുഗോപാലിനെ കാണാം. ദീപസ്തംഭത്തിൻ്റെ മുകളിൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് ഇങ്ങനെ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വരിക. പുറത്ത് വന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരാം. അങ്ങനെ അത് വരുമ്പോൾ നടുവിലുള്ള കാളിയമർദ്ദന രൂപത്തെ കണ്ട് തൊഴുത് നമ്മൾ നേരെ അങ്ങനെ നാരായണാലയത്തിലൊന്ന് പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം ഒന്ന് കണ്ട് തൊഴാം. അങ്ങനെ വന്ന് നേരെ ഭഗവതിയുടെ നടയിലും വന്ന് അതേപോലെ തന്നെ ഇന്ന് നേരെ കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാനെ ഒന്നുകൂടി തൊഴുക ശ്രീകോവിലേക്ക് നോക്കിയിട്ട്. പിന്നെ ഇങ്ങനെ പുറകത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് മഹാവിഷ്ണുവാണ്. അനന്തൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കണ മഹാവിഷ്ണുവാണ്. അതിൻ്റെയൊക്കെ ഷോർട്സ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, വീഡിയോ ഒക്കെ. അപ്പോൾ അതൊക്കെ കാണണം. അങ്ങനെ അവിടെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ തെക്കേ നടയിലേക്ക് ഇങ്ങനെ വരിക. തെക്കേ നടയിൽ വന്നാൽ കൂവളത്തെ കാണാം. കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ മഹാദേവനും പാർവതി ദേവീനെയും ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. നാളെ ഉത്രാടാണ്. ഉത്രാടപ്പാച്ചിലായി എല്ലാവരും. അതുപോലെ തന്നെ ഭഗവാന് കാഴ്ചക്കുല സമർപ്പിക്കുന്നത് രാത്രി തൊട്ടിട്ടേ ആളുകൾ അതിന് തയ്യാറായിട്ട് വരും കേട്ടോ. അപ്പോൾ വരുന്നവരൊക്കെ വന്നോളൂ. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.